ഹലോ, ഞാൻ ലിബിൻലി. അപ്പോൾ ഇതെൻ്റെ വണ്ടിയാണ്, എൻ്റെ ബൈക്കാണ്. ബൈക്ക് ഇന്നലെ ഒരു ചെറിയ പണി കിട്ടി. ഇന്നലെ രാത്രി ഒരു ചെറിയ പണി കിട്ടി. അതിൻ്റെ വണ്ടിയുടെ ചെയിൻ ലൂസായിട്ടേ, ചെയിൻ തെറ്റായിരുന്നു. പിന്നെ ഈ സൈക്കിൾ, പണ്ട് നമ്മൾ ഈ സൈക്കിളിൻ്റെ ചെയിനില്ലേ, അതേപോലെ ശരിയാക്കിയിടേണ്ട വന്നു. ഇതാണ് വണ്ടിയുടെ ഹാൻഡിൽ. ഇത് ഞാൻ മറ്റോണം ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ്. കാരണം സ്വിഗ്ഗിയുടെയൊക്കെ സ്റ്റാൻഡ് വയ്ക്കാൻ വേണ്ടി. കാരണം സ്വിഗ്ഗിയാലോട്ടോ. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് റെസ്റ്റ് മാറ്റി വെച്ചു. കാരണം ഫുഡ് റെസ്റ്റ് അവിടെ ഉണ്ടായത് ഒടിഞ്ഞു പോയി. ഇന്നലെ ഇതല്ല, അപ്പുറത്തെ സൈഡിലാണ് ഒടിഞ്ഞു പോയത്. ഇന്നലെ അത് വണ്ടി ഒന്ന് ചെറുതായിട്ട് സ്കിഡായി. അപ്പോൾ ആ ഫുഡ് റെസ്റ്റ് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ കടയിൽ പോയപ്പോൾ ബുള്ളറ്റിൻ്റെ ഫുഡ് റെസ്റ്റ് കിട്ടി. അപ്പോൾ ആ സാധനം നല്ല ഇതായിട്ട് തോന്നി. അപ്പോൾ അത് സുഖമായിട്ട് ഫിറ്റ് ചെയ്യാനും പറ്റി. അങ്ങനെ ഫിറ്റ് ചെയ്തതാണ് ഈ ഫുഡ് റെസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി എനിക്കിപ്പോൾ ഈ ഹാൻഡിൽ മാറ്റിയപ്പോഴാണ്, ഇങ്ങനെ ഹാൻഡിലാക്കിയപ്പോഴാണ് എനിക്ക് കംഫോർട്ട് കിട്ടിയത്. ഞാൻ എൻ്റെ കംഫോർട്ട് മാത്രം നോക്കി പറയാം. ഇതാണ് മെയിനായിട്ടും പറ്റിയത്. പിന്നെ ആ ഗിയർ ലിവറൊക്കെ ഞാൻ മാറി. ഗിയറിൻ്റെ ലിവർ അത് ഞാൻ മാറ്റി. അത് ഞാൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച. കാരണം പുതിയത് വാങ്ങിയപ്പോൾ അതിന് നീട്ടം കുറവ്. അപ്പോൾ മറ്റേ പഴയതിൻ്റെ അതും കൂടി കൂട്ടി ആ ഫ്രണ്ടിൽ പിടിപ്പിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 2 ഗിയർ ഇട്ടത്. അതായത് എനിക്ക് എൻ്റെ കാലിലൊക്കെ നീട്ടം കൊള്ളുക കാരണം നമുക്കത് വേണം. കാരണം ഇത്രയും ലെങ്ത്തിൽ വേണം. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും കംഫോർട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ആ 2 ഞാൻ പിന്നെ അത് കളയാനൊന്നും നിന്നില്ല. എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ ഇതും ബുള്ളറ്റിൻ്റെ ഫുഡ് റെസ്റ്റാണ്. ബുള്ളറ്റിൻ്റെ ഫുഡ് റെസ്റ്റ് പിടിപ്പിക്കണം. എന്തായാലും ഇപ്പോൾ ഗിയർ മാറാനൊക്കെ നമുക്കൊരു കംഫോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കാലിന് ലെങ്ത്ത് ഉള്ള കാരണം, നല്ല നീളമുള്ള കാരണം അതെനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതാണ് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റേ പഴയത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത്. എന്തായാലും കൊള്ളാം. വണ്ടി എൻ്റെ ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ 2 താക്കോലുണ്ട്. ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ പഴയ FC താക്കോലാണ്. FC ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ താക്കോൽ എപ്പോഴും സൂക്ഷിച്ച് നോക്കണം. ഇപ്പോൾ എൻ്റെ വണ്ടി കിലോമീറ്റർ അനുസരിച്ച് 90,000 കിലോമീറ്റർ കഴിഞ്ഞു. ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം 1 ലക്ഷം കഴിഞ്ഞ് 0ലേക്ക് ആവുമോ, അതോ വീണ്ടും വേറെ 0ലേക്ക് ആവുള്ളൂ. കാരണം ഡിജിറ്റ് മാറില്ല. എന്തായാലും ആവട്ടെ. എന്തായാലും ഇന്നത്തെ പണി ഈ സാധനമാണ്, ഫുഡ് റെസ്റ്റ്. ഇതൊക്കെ വെൽഡ് ചെയ്ത് ഞാനൊന്നല്ല കേട്ടോ, ഞാൻ കടയിൽ പോയി ചെയ്യിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് കടയിൽ പോയി ചെയ്യിപ്പിച്ചു. എന്തായാലും വണ്ടി കൊള്ളാം. ഇപ്പോൾ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്.